അതായത് കേരളത്തിലെ ഷക്കീലെ പരിചയപ്പെടുത്തിയ ഒരു ഡയറക്ടറാണ് എന്നോടൊപ്പം ഉള്ളത്. 2000 ഇറങ്ങിയ കിന്നാരത്തുമ്പികൾ അതിന് മുന്നേ ഉണ്ട്. പക്ഷേ ഈ ആൾക്കാരിലേക്ക് കുളിർമയേകിയ ഒരു ഡയറക്ടറാണ് എന്നോടൊപ്പം ഉള്ളത്. ഇൻട്രോ ഇങ്ങനെയൊക്കെ കൊടുത്തു. പക്ഷേ ഇദ്ദേഹത്തെ ആരും ഇതുവരെ കണ്ടിട്ടില്ല. നമുക്ക് പരിചയപ്പെടാം. അഖിലേഷ് സാർ നമസ്കാരം. നമസ്കാരം. ഞാനിങ്ങനെ ഇൻട്രോ കൊടുത്തുകൊണ്ട് കുഴപ്പമുണ്ടോ? കേരളത്തില് ഞാൻ സീരിയസ്ലി പറഞ്ഞതാണ്. കാര്യം കേരളത്തിലെ ചെറുപ്പക്കാർക്ക് രക്തഓട്ടം കൂട്ടിയൊരു സിനിമയായിരുന്നു കിന്നാരത്തുമ്പികൾ. 2000 ഇറങ്ങിയത്. അത് തൊട്ട് നമുക്ക് തുടങ്ങാം സാർ. അതിന് മുന്നേ ഉള്ള കാര്യങ്ങളുണ്ട്. ആ 2000 ആ ഒരു സിനിമ. പക്ഷെ ആ സിനിമയിൽ ഒന്നും ഇല്ലതാനും. ഞാൻ കണ്ടില്ല, പറഞ്ഞാണ്. എങ്കിലും ഇപ്പോൾ ആ ഒരു തോട്ടിൽ ഈ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആരും പ്രത്യക്ഷപ്പെടാറില്ല. ഇങ്ങനെ സിനിമ കേട്ട് ഞാനാണ് ഡയറക്ടറെന്ന്. പക്ഷേ സാറിനോട് ചോദിച്ചപ്പോൾ തന്നെ സാറ് പറഞ്ഞു അതിനെന്താ ഞാൻ വന്നിരിക്കാം, നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോളാൻ പറഞ്ഞു. പക്ഷെ ചോദിക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണം, എനിക്ക് പറയാമെന്നും പറഞ്ഞു. സാറെ പറയാം, 2000 കിന്നാരത്തുമ്പിട്ട് പറയാം. 2000 കിന്നാരത്തുമ്പിളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു ഫ്രണ്ട് നിർമ്മിച്ച സിനിമയാണ്. സജീർ എന്നും സലീം എന്നും പറഞ്ഞിട്ട് ഒരു അനുജനും ജ്യേഷ്ഠനും തിരുവനന്തപുരംകാരാണ്. അവരിങ്ങനെ ഒരു സഹായം അഭ്യർത്ഥിച്ച് വന്നപ്പോഴത്തേക്ക് അന്ന് ഈ ഫുൾ ടൈം അസോസിയേറ്റ് ഡയറക്ടറായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ആ സിനിമയ്ക്ക് വേറൊരു ഡയറക്ടറുണ്ട്. ആക്ച്വലി ഞാൻ ഗോസ്റ്റ് ഡയറക്ടർ എന്നാ പറയാം. ഗോസ്റ്റ് ഡയറക്ടർ എന്ന് പറയുന്ന പദം യഥാർത്ഥ പേരിൽ ഒരു സംവിധായകനുണ്ടാവും. നമ്മൾ അതിന്റെ പിന്നിൽ നിന്നിട്ടായിരിക്കും ചെയ്യുന്നത്. അവരുടെ ഇൻഎഫിഷ്യൻസി ആയിരിക്കില്ല ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ആ ഡയറക്ടർ തന്നെ ആയിരിക്കാം. എന്തെങ്കിലും കാരണവശാൽ അയാൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് അതിനകത്തേക്ക് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞ ഒരു സമയത്ത് മലയാള സിനിമ ഇൻഡസ്ട്രിക്കകത്ത് ഓടി നടന്ന്, വീട്ടിൽ പോലും വരാതെ ഓടി നടന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു ഞാൻ, ലാൽ ജോസ്. ഞങ്ങൾ രണ്ടുപേരും കമ്പനി തന്നെയാണ് ഇന്നത്തെ ലാൽ ജോസ്. അപ്പോൾ അന്ന് അയാൾ വിളിച്ചിട്ട് എന്നോട് പറയാം, ഇന്നൊരു പടത്തിന് ഞാൻ അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട്, നീ അവിടെ പൊക്കോണേ. അപ്പം ഞാൻ വേറെ പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറയും, ഞാൻ ഈ പടം ഇത് പകുതിയാവുള്ളൂ, ഇനി 10 ദിവസം കൂടെ ഉണ്ട്, അത് കുഴപ്പമില്ല, അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അയാൾ ഇവിടെ വരികയും ഞാൻ പുതിയതിനെ പോവുകയും ചെയ്യും. അതുപോലെ തന്നെ അയാൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതേപോലെ തന്നെയാണ് അയാൾ ഇട്ടിട്ട് പോകുമ്പോഴത്തേക്ക് നേരെ ഇട്ടിട്ട് പോകുന്നല്ല വേറൊരു പടത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടൊരു വീടുകളിൽ പോയിട്ടില്ല. ഒരു 5-8 വർഷം വീട്ടിൽ പോലും പോകാതെയാണ്, ഗ്യാപ്പില്ലാതെയാണ് ഞങ്ങൾ ഗൾഫിൽ പോകുമ്പോൾ 2 വർഷം കഴിയുമ്പോൾ വരാൻ പറ്റും. അപ്പം എൻ്റെ എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഏതൊരു അസോസിയേറ്റ് ഡയറക്ടറും മുഴുവൻ സിനിമയിലും വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ക്രിപ്റ്റ്, സോങ് റെക്കോർഡിങ്, എല്ലാ ഡിസ്കഷനുകളും, ഷൂട്ട്, പിന്നെ എഡിറ്റ്, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലായിടത്തും ഞങ്ങൾ ഉണ്ടാവുമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വീട്ടിൽ പോലും പോകാൻ പറ്റാത്ത വിഷയങ്ങൾ വരുന്നത്. അന്ന് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു സിനിമ ഇതേപോലെ ലാൽ ജോസ് എന്നെ വിളിച്ചു പറയാം, മൂവാറ്റുപുഴ തൊടുപുഴ ഭാഗത്തെങ്ങാണ്ടാണ് അവിടെ കുളിർകാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ. കുളിർകാറ്റ് അതൊരു തങ്കച്ചൻ എന്ന് പറഞ്ഞിട്ടൊരു സംവിധായകനാണ്. പുള്ളി വളരെ സീനിയർ ആയിട്ടുള്ള അസോസിയേറ്റ്. അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കാരണം ഞങ്ങളെ വിളിക്കുമ്പോൾ ഞങ്ങൾ ആദ്യം കഥയൊന്നും ചോദിക്കാറില്ല. നേരെ അവിടെ ചെന്നിറങ്ങിയിട്ട് ലൊക്കേഷനിലാണ് ചെന്നിറങ്ങുന്നത്. അപ്പോൾ ചിലപ്പോൾ തലേ ദിവസമായിരിക്കും, ചിലപ്പോൾ 5 ദിവസം മുന്നേ, ചിലപ്പോൾ 10 ദിവസം മുന്നേ ആയിരിക്കും. അപ്പോൾ ഇതിലെന്തായിരുന്നാലും 2 ദിവസം മുന്നേ ചെന്നിറങ്ങി. അപ്പോൾ അവിടെ വന്നിറങ്ങിയ ആർട്ടിസ്റ്റുകളുടെ കൂട്ടത്തിൽ ഒരു ആർട്ടിസ്റ്റായിരുന്നു, കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കൂട്ടത്തിൽ ഒരു ആർട്ടിസ്റ്റായിരുന്നു ഈ പറയുന്ന ഷക്കീല എന്ന് പറയുന്ന ആൾ. അതിനകത്ത് പൂർണിമയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സീരിയലുകളിലും കുറേ സിനിമകളിലൊക്കെ ചെല്ലും പൂർണിമ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ഞാൻ മറ്റുള്ള ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടുന്നതിനോടൊപ്പം തന്നെ ഷക്കീലയും പരിചയപ്പെടും. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ ഷൂട്ടിങ് പകുതിയായപ്പോഴത്തെ ഇതേപോലെ തന്നെ എനിക്ക് വേറൊരു സിനിമയുടെ ലൊക്കേഷനിലേക്ക് പോകേണ്ടി വന്നു. പകരം അവിടെ ലാൽ ജോസ് വരികയും ആ സിനിമ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതേപോലെ എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ ഈ പറയുന്ന പോലെ സിനിമ പ്ലാൻ ചെയ്യപ്പോഴത്തേക്കും അതിൻ്റെ ഡയറക്ടർ ഒരു JR പ്രസാദ് എന്ന് പറഞ്ഞിട്ടൊരാളാണ്, പറയുന്ന കിന്നാരത്തുമ്പികളുടെ ഡയറക്ടർ. പുള്ളി നമ്പ്യാതിരിയുടെ അസിസ്റ്റൻ്റ് ആയിരിക്കും മുതൽ, നമ്പ്യാതിരി ക്യാമറമാൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ പുള്ളി ഒരു കൺസെപ്റ്റ് എന്ന് പറയുക, ആ കൺസെപ്റ്റിനകത്ത് വെച്ചിട്ട് ഈ പ്രൊഡ്യൂസേഴ്സ് ചെയ്യാൻ സമ്മതിക്കും. അപ്പോൾ അവർ എപ്പോഴും എന്നോട് ചോദിക്കും, ഇങ്ങനെയാണ് പ്രോജക്റ്റ്. നമ്മൾ ചെയ്ത് ധൈര്യമായിട്ട് ചെയ്യും, നമ്മളുണ്ടല്ലോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ നായികയെ തപ്പി നടക്കുകയും അവർക്ക് പറ്റുന്ന രീതിയിലുള്ളൊരു നായികയുടെ ഈ കഥ കേട്ടപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ഇന്ന സിനിമയിൽ കുളിർകാറ്റ് അഭിനയിക്കാനായിട്ട് ചെന്നൈയിൽ നിന്നൊരു ലേഡി വന്നിട്ടുണ്ടായിരുന്നു. അയാളുടെ പേര് ഷക്കീല എന്നാണ്. മറ്റ് വേറെ വേർഡ്സൊന്നും എനിക്ക് അറിയില്ല. ചെന്നൈ കോണ്ടാക്ട്സ് തരാമെന്ന് പറഞ്ഞിട്ട് ചെന്നൈയിൽ തങ്കച്ചൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ MO ദേവസ്യയുടെ മകൻ ഒരു പ്രൊഡ്യൂസർ കോർഡിനേറ്റർ ഉണ്ടായിരുന്നു. അങ്ങനെ തങ്കച്ചൻ ചേട്ടനും എൻ്റെ ചേട്ടനും സുഹൃത്തുക്കളാണ്. അങ്ങനെ പുള്ളിയെ കോണ്ടാക്ട് ചെയ്ത് ഇവരവിടെ പോവുകയും അങ്ങനെ തങ്കച്ചൻ ചേട്ടനെ കാണുകയും അങ്ങനെയാണ് ഷക്കീല മലയാളത്തിലേക്ക് അന്ന് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇതിലേക്ക് ജൂനിയർ കുറേ ആർട്ടിസ്റ്റുകളുടെ കൂട്ടത്തിലുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. മീൻസ് നായികയുടെ കൂട്ടുകാരി. ഇങ്ങനെയുള്ള ഒരു മൂവി തന്നെയായിരുന്നു അത്. ബാബുരാജാണ് ഇപ്പോഴത്തെ ബാബുരാജാന്റെ ഹസ്ബൻഡ്. ബാബുരാജാണ് എൻ്റെ കോർഡിനേറ്റർ പ്ലസ് പ്രൊഡ്യൂസർ പ്ലസ് അങ്ങനെയൊക്കെയുള്ള എല്ലാ. ബാബു ഞങ്ങൾ നല്ല സൗഹൃദ വലയത്തിൽ പെട്ടതാണ്. കാര്യം ഞങ്ങൾ ഒരുപാട് സിനിമകളിലാണ്. സൗഹൃദം ഉണ്ടല്ലോ. ഇപ്പൊ കുറെ നാളെ ടച്ചിട്ടില്ല.
കാര്യം ഞാൻ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇങ്ങോട്ടേക്ക് മാറി. അവരെ പഴയ ആൾക്കാരൊന്നും കാണലില്ല. വിളിക്കുന്നത് നമ്മുടെ ദിലീപ് അങ്ങനെയുള്ളവരെ മാത്രമേ വിളിക്കുള്ളൂ. അപ്പം പറയുന്നത് ഈ ഷക്കീൽ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും പിന്നെ ആ സിനിമയുടെ കുറച്ച് പോർഷൻസ് ഞാൻ വന്ന് അവരെ അവസാനം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാര്യം പടം വല്ലാത്തൊരവസ്ഥയിൽ നിന്ന് പോയപ്പോഴത്തേ സെൻസർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ കുറേ കാര്യങ്ങളിൽ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഞാനായിട്ട് ഷക്കീൽ കൊണ്ടുവന്നു ഞാൻ ഒരിക്കലും പറയില്ല, ഞാനായിട്ട് അവകാശപ്പെടുകയില്ല. അല്ല സാറ് കൊണ്ടുവന്നല്ല എങ്കിൽ പോലും അത് ഇതിനെല്ലാം നമ്മുടെ മലയാളികൾ പറയാൻ സെക്സ് മൂവീസ് എന്നാണ് പറയാനുള്ളത്. പണ്ട് ബ്ലൂ ഫിലിം എന്ന് പറയാൻ സെക്സ് മൂവീസ് എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയുള്ള മൂവി ചെയ്യുമ്പോഴും നമുക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അത് എത്രത്തോളം സാറിനെ ബാധിച്ചിട്ടുണ്ട്? കാര്യം നമ്മൾ സമൂഹത്തിൻ്റെ മുന്നിൽ വീട്ടിൽ എല്ലാവർക്കും അറിയാം, നമ്മൾ ചെയ്യുന്നുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ കിന്നാരത്തുമ്പി ഇറങ്ങിയതിന് ശേഷം അത് ഭയങ്കര റീച്ചായിരുന്നു. ആ മൂവി അത് ഭയങ്കര റീച്ചായിരുന്നു. എനിക്കൊന്ന് 1 വർഷം വരെ ഓടിയ തിയേറ്ററുകൾ അല്ലെങ്കിൽ സ്ഥലങ്ങളോ വരെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് സാറിനുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, അല്ലെങ്കിൽ അറിഞ്ഞു കേട്ടിട്ട് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ എന്തിനാണ് ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇതിന് പോകുന്നതെന്നൊക്കെയുള്ള ആരെങ്കിലും ഫ്രണ്ട്സോ ഫാമിലിയിൽ ആരെങ്കിലും ഒക്കെ അറിയിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അറിഞ്ഞോ സാറാണ് ചെയ്തതെന്നുള്ളത്? അറിയാത്തവരോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ചെയ്തത്. ഇപ്പോൾ മറ്റു പല സിനിമകളിലും ചെന്നിട്ട് ഇങ്ങനെ റേപ്പ് സീൻസോ അല്ലെന്നുണ്ടെങ്കിൽ അറ്റംപ്റ്റ് ടു റേപ്പ് ഒക്കെ വരുന്ന സമയത്ത് ഇവരിങ്ങനെ പേടിക്കും ആർട്ടിസ്റ്റുകളൊക്കെ, പല പ്രഗത്ഭരായ ആർട്ടിസ്റ്റുകൾ. അപ്പോൾ അതോട് ഞാൻ അങ്ങോട്ട് പറയുന്നത്, ആ സിനിമയിൽ വന്നതിനോളം ഈ സിനിമയിൽ ഒന്നുമില്ല. അപ്പോൾ അത് ഏത് ചെയ്യേണ്ടതെന്ന് നമുക്ക് നല്ല ധാരണ ഉള്ളതുകൊണ്ട് നിങ്ങൾ പേടിക്കുക വേണ്ട. അവരെ കംഫർട്ട് സോണിൽ നിർത്തിയിട്ട് മാത്രമേ നമ്മളിത് ചെയ്യാറുള്ളൂ. എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത എല്ലാ സിനിമകളിലും അതുണ്ട് എന്നുള്ള സംഗതി അല്ല ഞാൻ ഈ പറയുന്നത്. ചില ഏരിയകൾ വരുമ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനൊരു സാധനം പറയേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തൊഴിലാണ്, മനസ്സിലായില്ലേ? അപ്പോഴും നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഈ കാണാൻ കുഴപ്പമില്ലാത്ത ഭാഗങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് ബിസിനസ്സിന് വേണ്ടി മറ്റു പല സംഗതികൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു എക്സ്പേർട്സ് ചെന്നൈയിലുണ്ട്, മനസ്സിലായില്ലേ? അവരെ അങ്ങ് ഏൽപ്പിക്കും. അത് നമ്മൾ ഏൽപ്പിക്കേണ്ട, അതിൻ്റെ കച്ചവടത്തിന് വേണ്ടിയിട്ട് വരുന്നവർ തന്നെയാണ് അവർ സജസ്റ്റ് ചെയ്യുന്നത്. അവർക്ക് വേണ്ട ഭാഗങ്ങൾ അവർ ഷൂട്ട് ചെയ്യുകയും അവർക്ക് ആവശ്യമുള്ള അങ്ങ് എടുക്കുകയും ചെയ്യും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, എൻ്റെ തൊഴിലിൻ്റെ ഭാഗമാണെന്ന് ഞാൻ പറഞ്ഞതിനകത്ത് എല്ലാത്തരം സിനിമകളുണ്ട്. ഫൈറ്റ് മൂവി ഉണ്ടാവാം, ഫൺ മൂവീസ് ഉണ്ടാവാം. അപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നു പോകുന്ന സിനിമകളുടെ കൂട്ടത്തിൽ ഒരു സിനിമയായിട്ട് മാത്രമേ എനിക്ക് ഇന്നത്തെ മുമ്പുള്ള ഞാൻ കണ്ടു കാണാനുള്ളൂ. പക്ഷേ പ്രേക്ഷകരായിട്ടുള്ളെങ്കിലും സമൂഹത്തിലുള്ളവരൊക്കെ നിങ്ങളൊരു കാര്യം ആലോചിച്ചു, ഈ ഇത്തരം സിനിമകളുടെ ഏത് സിനിമകളുടെ ഡയറക്ടറാണ് അവർ ഓർത്തിരിക്കുന്നത്? അത് ശരിയാണ്. പക്ഷെ ഇപ്പോ കിന്നാരത്തുമ്പി ഡയറക്ടർ ആരാന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. ഇപ്പൊ ഈ ഒരു ഇന്റർവ്യൂ വരുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും. സാർ ഈ പറഞ്ഞല്ലോ എന്താണ് JR പ്രസാദ് എന്ന് പറയുന്നത്? അല്ല, അതല്ല, ഡയറക്ടറിന് പകരം ഇരിക്കുന്ന ഈ ഇൻവിസിബിൾ മാൻ എന്നൊക്കെ പറയുന്ന ഡയറക്ടർ പേര് പറഞ്ഞല്ലോ സാർ. ഇപ്പോൾ അങ്ങനെ ഒരു 22 സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്. പല പ്രഗത്ഭരായ സംവിധായകരുടെയും പിറകിൽ നിന്നുകൊണ്ട് ചെയ്ത് കൊടുക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അപ്പൊ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല, അത് നമ്മുടെ ജോലിയാണ്. നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റുമല്ലോ, പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റുമല്ലോ. പിന്നെ അന്ന് ഇങ്ങനെ ഒരു വേർതിരിവൊന്നുമില്ല. എന്താ പറയുന്നത്, ഇന്നത്തെ പോലെയല്ല അന്നത്തെ സിനിമ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഒരു ഡയറക്ടർക്ക് സുഖമില്ലാതെ വന്നാൽ പോലും വിളിക്കും, വന്നൊന്ന് 2 ചെയ്തേക്കണേ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമാണ്. നമ്മളെ അംഗീകരിക്കലും കൂടെ അല്ലേ. അതെ 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 അതെ. അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞൊരു 5-6 വർഷം മുമ്പ് തലേ ദിവസം ഒരു ഡയറക്ടർക്ക് പെട്ടെന്ന് സുഖമില്ലാതാവുകയും പുള്ളി ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ചെയ്തു.